ഇന്നത്തെ ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രസ്താവനയോട് കൂടിയിട്ട് അതൊരു മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. കാരണം അദ്ദേഹം പറയുന്നത് സമസ്തയ്ക്ക് സുപ്രഭാതത്തിന് മാത്രമല്ല സമസ്തയ്ക്ക് കൂടി നയവ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് പക്ഷേ അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തിട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. അപ്പം ഈ സമസ്തയിൽ നയവ്യതിയാനം ഉണ്ടാവുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവപരമായ കാര്യമാണ്. അത് ഉന്നയിക്കുന്നൊരു കാര്യം സമസ്ത കമ്മ്യൂണിസത്തോട് അടുക്കുന്നു, അല്ലെങ്കിൽ സമസ്ത കമ്മ്യൂണിസത്തെ നോർമലൈസ് ചെയ്യുന്നു എന്നുള്ളൊരു ആരോപണമാണ്. അപ്പോൾ ആ ആരോപണം വളരെ വളരെ കുറച്ചു കാലമായിട്ട് വഹാവുദ്ദീൻ നദ്വി അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണമാണ്. ആ ആരോപണത്തിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് പരിശോധിക്കുക അത് വേറെ കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ്. അത് ജിഫ്രി തങ്ങൾ അടക്കമുള്ള നേതാക്കന്മാർക്കെതിരെ ആണ് ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അവർ സമസ്ത എന്ന മുസ്ലിം സംഘടനയെ, ഇസ്ലാമിക പണ്ഡിത സംഘടനയെ കമ്മ്യൂണിസത്തിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാവും എന്ന് ഒരു സമസ്തയുടെ മുഷാവറ അംഗം തന്നെ പറയുകയും, അല്ലെ മുഷാവറ അംഗം മാത്രമല്ല സുപ്രഭാതത്തിൻ്റെ എഡിറ്ററും പബ്ലിഷറുമായ ഒരാൾ കൂടി, ഒരു ഉന്നതനായ ഒരു നേതാവ്, ഒരു പണ്ഡിതൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഗൗരവമുണ്ട്. അത് സമസ്തയും ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ്. അതാണ് നേരത്തെ താങ്കൾ ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ തന്നെ ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കൾക്ക് ആദർശ വ്യതിയാനം, ആദർശാശയങ്ങൾ മുഷാവറയിൽ നിന്ന് രൂപപ്പെടുന്നതാണ്, വ്യക്തിപരമായ കാഴ്ചപ്പാടല്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇവിടെയാണ് മതനിരാസത്തിനെതിരായ നിലപാടെടുത്ത സമസ്ത സമീപകാലത്ത് നയം മാറ്റം എന്നുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതേപോലെ തന്നെ സുപ്രഭാതത്തിലെ മാറ്റങ്ങളും അതിനകത്ത് പ്രധാനമായും നയമാറ്റം എന്ന് പറയുമ്പോൾ പരസ്യത്തിൽ നൽകുന്നത് വെറുമൊരു ലീഗ് അനുകൂല പത്രമായി മാത്രമായി അത് അവശേഷിക്കുന്നില്ല എന്നുള്ളത്, അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും MP പ്രശാന്ത്? അത് ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തെങ്കിലും രീതിയിലുള്ള ഒരു താക്കീതിലോ അത് ഒതുങ്ങുമെന്നാണ് കരുതുന്നത്. കാരണം ഒരു മുസ്ലിം സംഘടനയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും അതിന് പിളർപ്പുണ്ടാവുകയും അങ്ങനെ ഒരു കാര്യത്തിൽ ആശാസ്യമല്ലാത്ത ഒരവസ്ഥയിലാണല്ലോ ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരവസ്ഥ. ഒരു മുസ്ലിം സംഘടനയിൽ പിളർപ്പുണ്ടാവുകയോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനയിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുകയോ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ സമസ്തയിൽ വളരെ നിർഭാഗ്യകരമായ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കും എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അതിലൊരു സമവായത്തിലെത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇപ്പോഴുള്ള ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചിട്ട് അതിന് സഹായകരമായ പ്രസ്താവനകളല്ല മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ നേരത്തെ ചോദിച്ച ചോദ്യം, കമ്മ്യൂണിസത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി ആയിട്ട് സമസ്ത മാറിയിട്ടുണ്ടല്ലോ എന്നുള്ളത് നമ്മളത് പരിശോധിക്കേണ്ടതാണ്. എന്താണ് സമസ്ത എടുത്ത നിലപാട്, എന്താണ് സുപ്രഭാതം എടുത്ത നിലപാട് എന്നുള്ളത്. അപ്പോൾ കമ്മ്യൂണിസം എന്നത് നിരീശ്വരവാദ നിർമ്മത പ്രസ്ഥാനത്തിൽ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആ നിലപാടിനോട് ഒരു ഇസ്ലാമിക സംഘടനയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതിനും ഒരു തർക്കവുമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് ഒരു ജനാധിപത്യ മതേതര സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഇടതുപക്ഷ പാർട്ടികളുമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് സഹകരിക്കുന്നത് കമ്മ്യൂണിസത്തെ വെള്ളപൂശുന്നതാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെ നോർമലൈസ് ചെയ്യുന്നതാണോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ ചോദിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം, അങ്ങനെ ഒരു നിലപാട് മുസ്ലിം ലീഗിന് പോലും ഉണ്ടായിരുന്നില്ല. കാരണം മുസ്ലിം ലീഗ് പല ഘട്ടങ്ങളിലായിട്ട് പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ടും യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, പണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി ഭാവിയിൽ പ്രവർത്തിക്കുമായിരിക്കാം. അപ്പം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് ഉള്ള സഹകരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ അടുക്കുന്നത് കമ്മ്യൂണിസത്തെ ന്യായീകരിക്കുന്നതോ കമ്മ്യൂണിസം എന്ന നിരീശ്വരവാദ ഐഡിയോളജിയെ ന്യായീകരിക്കുന്നതോ അല്ല എന്ന് പലവട്ടം സമസ്തയുടെ നേതാക്കന്മാരും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും പോലും പറഞ്ഞ കാര്യമാണ്.
അപ്പോഴാണ് ബഹാവുദ്ദീൻ നദ്വി ഇന്നലെ പറയുന്നത് ഈ ഒരു കാര്യം സമസ്തയുടെ നയവ്യതിയാനമാണ് എന്നുള്ളത്. അതുകൊണ്ട് ഈ പ്രശ്നം എന്നുള്ളത് ഒരു 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 വലിയൊരു ആദർശ പ്രശ്നമല്ല വാസ്തവത്തിൽ. ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. ഇസ്ലാമും കമ്മ്യൂണിസവും തമ്മിലുള്ള ഏറ്റുമുട്ടലൊന്നും ഇവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് താൽക്കാലികമായ രാഷ്ട്രീയ സംഘടനാ നേതൃത്വത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചർച്ച ഉയർത്തിവിടുന്നു എന്ന് മാത്രമാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്.